ഓക്കെ, അപ്പം നമ്മൾ ക്യൂബ് സോൾവിങ് ആണ്. ഏതെങ്കിലും രണ്ട് കളർ, ഇപ്പോൾ യെല്ലോ വൈറ്റ് നമുക്കെടുക്കാം. അപ്പോൾ നമുക്ക് വൈറ്റാണ് ആദ്യം സോൾവ് ചെയ്യേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ വൈറ്റ് അടിയിൽ ബാക്കിൽ വെക്കണം, യെല്ലോ മുകളിലും. അപ്പോൾ ആദ്യം നമുക്ക് ഈ വൈറ്റിൻ്റെ അങ്ങോട്ട് എല്ലാതും കൊണ്ടുവരണം, അല്ലെങ്കിൽ യെല്ലോൻ്റെ ഈ വൈറ്റിൻ്റെ യെല്ലോൻ്റെ അങ്ങോട്ട് കൊണ്ടുവരണം. കാണിച്ചു തരാം. അപ്പോൾ ഇത് താഴെ ഇവിടെ ഉണ്ടാകുന്നത്, അത് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. പിന്നെ ഇവിടെ ഒന്നുണ്ട്, അത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇനി നാലാമത്തെ ഒന്നും കൂടി ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കത് അങ്ങോട്ട് കൊണ്ടുവരണം. അതിനായി അത് ഈ സൈഡിലല്ലേ കിടക്കണേ. അപ്പോൾ ഇതിങ്ങോട്ട് തിരിച്ച് ഇതിപ്പുറത്തേക്ക് കൊണ്ടുവരണം. എന്നിട്ട് നമ്മൾ ഇതെല്ലാതും കറക്റ്റാക്കണം. ഇപ്പോൾ ഇവിടുത്തെ കളർ കണ്ടോ. അപ്പോൾ ബ്ലൂവിൻ്റെ അങ്ങോട്ട് ബ്ലൂ കൊണ്ടുവന്ന് വൈറ്റിൻ്റെ അങ്ങോട്ട് ഇരിക്കാം. അപ്പോൾ ഇവിടെ കറക്റ്റായി. ആൻഡ് ഇവിടെ ഓറഞ്ചിൻ്റെ അവിടെ ഓറഞ്ച് കൊണ്ടുവന്ന് ഇത് അങ്ങോട്ട് ഇരിക്കുക. പിന്നെ ഗ്രീനിൻ്റെ അവിടെ ഗ്രീൻ കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് ഇരിക്കും. പിന്നെ റെഡ് ഇവിടെ പിന്നെ തിരിക്കുക. അപ്പോൾ ഇനി ഇത് രണ്ടും കൂടി സോൾവ് ആവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി 4 കോർണറാണ് സോൾവ് ആക്കാനുള്ളത്. ഇനി അല്ലെങ്കിൽ ഇതിൻ്റെ ഇവിടെ ഏതാണോ കിടക്കുന്നത്, ഇത് ഈ ക്യൂബിൻ്റെ ഈ വൈറ്റ് ക്യൂബിൻ്റെ ഇവിടെ ഏതാണോ കിടക്കണത് ആ ഫേസ്, ഇതാണ് ഒരു ഫേസ്. ഇതൊക്കെയാണ് ഓരോ ഫേസ്. ഇപ്പോൾ ബ്ലൂ അല്ലേ ഇവിടെ, അപ്പോൾ അത് ബ്ലൂവിൻ്റെ ഫേസിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒന്ന് തെറ്റായിട്ടാണ് കൊണ്ടുവന്നത്, അത് മുകളിലെത്തി. പിന്നെ നമ്മൾ ഇത് ഇപ്പോൾ ഇവിടെ ഗ്രീൻ ആയതുകൊണ്ട് ഇത് ഗ്രീനിൻ്റെ ഫേസിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ചെയ്യണം. പിന്നെ ഇവിടെ ഇത് ഓറഞ്ചിൻ്റെ ഫേസ് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ. ഇനിയിപ്പോൾ ഇത് കറക്റ്റാണോ നോക്കണമെങ്കിൽ എല്ലാവർക്കും ഇത് നോക്കണ്ട, ഇവിടെ ഇങ്ങനെ ഒരു ടീ കിട്ടും. ഇവിടെ 2 കട്ട, ഇവിടെ 3 കട്ട, അങ്ങനെ ഇവിടെ ഒക്കെ ഓരോ ടീ കിട്ടും. ഇനി നമുക്ക് ഈ സൈഡാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഗ്രീൻ, ഇവിടെ കണ്ടോ യെല്ലോൻ്റെ ഇവിടെ ആയിട്ട് ഗ്രീൻ കിടക്കുന്നുണ്ട്. അപ്പോൾ ഗ്രീനിൻ്റെ ഓപ്പോസിറ്റ് ഇതിലേക്ക് കൊണ്ടുപോവുക. പിന്നെ ഇവിടെ ഏതാണോ ഇവിടെ ഈ ഗ്രീനിൻ്റെ ഇവിടെ ആയിട്ട് ഓറഞ്ചാണ് വരിക. അപ്പോൾ ഓറഞ്ച് പിടിച്ചിട്ട് ഗ്രീൻ ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് റൊട്ടേഷൻ വെച്ചാൽ ഇങ്ങനെയാക്കി പിന്നെ ഈ വൈറ്റ് ഇനി കൊണ്ടുവരണ്ടേ, അതാണ് റൈറ്റ് റൊട്ടേഷൻ. 1 2 ഇപ്പോൾ റൈറ്റ് റൊട്ടേഷൻ. ഇപ്പോൾ ആണല്ലേ നമുക്ക് ഇവിടുത്തെ ഇത് കിട്ടി. ഇനി അടുത്തതുള്ളത് റെഡാണ്. നമ്മൾ ഒരിക്കലും യെല്ലോ ഉള്ള ഇതുകൾ എടുക്കാൻ പാടില്ല. ഇവിടെ അപ്പോൾ ഇവിടെയാണ് ഇനിയുള്ളത്. അപ്പോൾ നമ്മളിതിങ്ങനെ തിരിക്കുക. ഇതിങ്ങനെ തിരിച്ച് റെഡിൻ്റെ അതിങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ബ്ലൂവിൻ്റെ അവിടെ നിന്ന് ഇപ്പോൾ റെഡിൻ്റെ ഓപ്പോസിറ്റ് ഇതിലേക്ക് അത് വരുത്തുക. അപ്പോൾ ഇവിടെ റെഡിൻ്റെ ഓപ്പോസിറ്റ് ഇതിലേക്ക് വരുത്തിയിട്ട് ഇവിടെ ബ്ലൂ, അപ്പോൾ ബ്ലൂവിൻ്റെ അവിടെ പിടിച്ചിട്ട് റെഡ് എവിടെയാണോ അവിടെ റൊട്ടേഷൻ ചെയ്യാം. ഇപ്പം നമുക്ക് ഈ ഒരു ഇതും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നോക്കണ്ടെങ്കിൽ ഇത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ റെഡിൻ്റെ അത് വയ്ക്കുക, ഗ്രീനിൻ്റെ അവിടെ പോയി റൊട്ടേഷൻ ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ റൊട്ടേഷൻ ചെയ്യുക. ഇനി ഇവിടെ അപ്പോൾ ചില സമയത്ത് ഇതിങ്ങനെ എല്ലായിടത്തും എല്ലാം വരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു റൊട്ടേഷൻ ഇവിടെ ചെയ്താൽ മതി, എന്നിട്ട് കറക്റ്റാക്കുക. അപ്പോൾ തന്നെ നമുക്ക് കിട്ടും. ഇപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടോണ്ട് ഇപ്പോൾ വെറുതെ റൊട്ടേഷൻ ചെയ്താൽ മതി, അപ്പോൾ നമുക്ക് കിട്ടും. എന്നിട്ട് വൈറ്റ് അപ്പുറത്തുമ്പോൾ വൈറ്റ് കറക്റ്റാക്കുക. പിന്നെ ഇപ്പോൾ അങ്ങനെ എനിക്കില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ബ്ലൂവിനെ ഇപ്പുറത്തെ സൈഡിലേക്ക് വെച്ച് ഇവിടെ ഓറഞ്ച് അല്ലേ, ഓറഞ്ചിൻ്റെ അവിടെ ഓറഞ്ച് പിടിച്ചിട്ട് ബ്ലൂവിൻ്റെ അവിടെ റൊട്ടേഷൻ ചെയ്യും. ഇപ്പോൾ ഇവിടെ വൈറ്റ് വന്നു, വൈറ്റ് ഇങ്ങനെ വെച്ച് ഇവിടെ റൊട്ടേഷൻ ചെയ്യും. ഇനി
നമുക്കിപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതാണ് കിട്ടിയിരുന്നത്. ഇനി നമുക്കിത് ലൈനാക്കണം ആദ്യം. അപ്പോൾ അതിനായി നമ്മൾ ഇവിടെ ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ഒരു റൊട്ടേഷൻ ചെയ്യണം. എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ ഒന്നും കൂടി ട്രൈ ചെയ്താൽ മതി. ഇങ്ങനെ 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 ഇങ്ങനെ. ഇപ്പോൾ നമുക്കൊരു ലൈന് കിട്ടി. ഇനി അത് ലൈന് കിട്ടിയാൽ പിന്നെ ഒന്നും കൂടി ചെയ്യരുത്. പിന്നെ ഇനി 4 ആക്കണം. അപ്പോൾ ലൈന് കിട്ടിയാൽ വേറെ ഒന്നും ചെയ്യണം. ഇങ്ങനെ 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 ഇങ്ങനെ. ഇപ്പോൾ നമുക്കിവിടെ ഒരു പ്ലസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 4 കോർണേഴ്സാണ്. ഇത് ഓൾറെഡി കറക്റ്റാണ്, എന്നാലും നമുക്ക് ഇതാക്കണം. അപ്പോൾ ഇനി കോർണേഴ്സ് നമ്മൾ ഏതൊക്കെ കറക്റ്റ് നോക്കണം. അപ്പോൾ ഇത് കറക്റ്റ്, ഇത് കറക്റ്റ്, അത് ഓപ്പോസിറ്റ്. ഇത് കറക്റ്റാണ്. പിന്നെ ഇത് കറക്റ്റാണ്. പിന്നെ ഒന്നും കറക്റ്റല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്നും കൂടി നോക്കണം. അപ്പോൾ ഇതിവിടെ കൊണ്ടുപോയി. അപ്പോൾ ഇത് ഇവിടെ കറക്റ്റാണ്. പിന്നെ ഇവിടെ കറക്റ്റല്ല. അപ്പോൾ നമ്മൾ എവിടെ കറക്റ്റായി നോക്കണം. ഇതിവിടെ കറക്റ്റാണ്, ഇതും ഇവിടെ കറക്റ്റാണ്. അപ്പോൾ ഇനി നമ്മൾ ഏത് സൈഡാണോ കറക്റ്റ് അല്ലാത്തത് അവിടെ എടുക്കുക. അവിടെ എടുത്തിട്ട് ആ സൈഡ് റൊട്ടേഷൻ ചെയ്യുക 3 തവണ. ഈ വൈറ്റ് ഇതാക്കരുത് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ 2, ഇപ്പോൾ 3. എന്നിട്ട് ഇത് ഈ സൈഡിൽ വരുമ്പോൾ നമ്മൾ നൈസായിട്ട് ഇതിങ്ങനെ ഇവിടേക്ക് തിരിക്കണം. തിരിച്ചിട്ട് പിന്നെ 3 ടൈംസ് റൊട്ടേഷൻ ചെയ്യണം. ഇപ്പോൾ നമുക്ക് എല്ലാം കറക്റ്റാണ്. പിന്നെ നോക്കും ഇവിടെ ഇപ്പോൾ അതെ ഗ്രീൻ്റെ ഫേസിൽ അങ്ങനെ ഇത് ഇവിടെ. പിന്നെ അതെ ഇത് കറക്റ്റാണ്, ഇത് കറക്റ്റാണ്. ഇനി നമ്മളിതിങ്ങനെ തിരിച്ചിട്ട് ഇത് യെല്ലോയ്ക്ക് വേണ്ടാൻ നോക്കണം. അപ്പോൾ ഇങ്ങനെ 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 ഇങ്ങനെ. ഇപ്പോൾ ഇത് യെല്ലോയിലെത്തി. ഇനി ഇത് പിന്നെയും തിരിച്ച് നമ്മൾ റൈറ്റ് സൈഡിൽ തന്നെ അത് ചെയ്യണം കേട്ടോ. അപ്പോൾ പിന്നെ ഇത് റൈറ്റിലേക്ക് കൊടുത്തിട്ട് ഇവിടെ ആയിട്ടേ യെല്ലോ വരില്ലുള്ളൂ, ഇവിടെ എവിടെയെങ്കിലും ആയിട്ട്. അപ്പോൾ ഇനി നമ്മൾ ഒന്നും കൂടി ഇവിടെ റൊട്ടേറ്റ് ചെയ്യാം. യെല്ലോ അവിടെ എത്തണ വരെ. ആ ഒരു മൂമെൻറ്റിൽ മാത്രമാണ് നമ്മൾ വൈറ്റിൻ്റെ മുകളിൽ ഇതാക്കേണ്ടി വരുള്ളൂ കേട്ടോ. പിന്നെ അതേ ഇങ്ങനെ ഇത് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ രണ്ട് തരത്തിൽ വരും. ഒന്ന് എന്താണെന്ന് വെച്ചാൽ എല്ലായിടത്തും ഇങ്ങനെ ഒരു കട്ട ചെയ്യാണ്ട്. രണ്ടാമത്തെ സ്റ്റേജാണ് ഇങ്ങനെ ഒന്ന് മൊത്തം അങ്ങനെ. അപ്പോൾ നമ്മളൊരു ഇതെടുത്തിട്ട് റൊട്ടേറ്റ് ചെയ്യുക, ഏതെങ്കിലും ഒരു കളർ എടുത്തിട്ട്. എന്നിട്ട് ഇങ്ങനെ ഓരോ റൊട്ടേറ്റ് വൈസ്. പിന്നെ 1 2 3 4 5 അങ്ങനെ 5 റൊട്ടേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ ഇത് ചെയ്യണം. ഇതും 5 റൊട്ടേഷൻ. ഇവിടെ 5 റൊട്ടേഷൻ എണ്ണ ഉണ്ടാക്കിയതാണ്. 5 റൊട്ടേഷൻ ഇവിടെ ചെയ്യണം, ഇവിടെ ചെയ്യണം. അപ്പോൾ ഇവിടെ 1 2 3 4 5. ഇപ്പോൾ നോക്കൂ, നമുക്കെല്ലാം ഫില്ലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്രയേ ഉള്ളൂ. താങ്ക് യു.